സുരേഷ് ഗോപിയുടെ നാക്കുപിഴ CPM-ന് വലിയ രീതിയിൽ ഗുണം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നാക്കുപിഴ കൊണ്ട് CPM-ന് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു അനുകൂലമായ ഒരു റിസൾട്ട് ആയിരിക്കാൻ വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കലങ്ക് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു സുരേഷ് ഗോപി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിവാദം. അതിനകത്ത് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വീട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനവുമായി ചെല്ലുകയും അദ്ദേഹം അത് നിഷ്കരണം, ഇതൊരു MP-യുടെ പണിയല്ല എന്ന് പറഞ്ഞ് തള്ളി നീക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ CPM-ന് വലിയ ഒരു ഗുണമായി മാറിയിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-ന് ഗുണമായതല്ല, CPM അത് ഗുണമാക്കിയതാണ്. നമ്മൾ അത് എടുത്തു നോക്കി കഴിഞ്ഞാല് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 75 ദിവസം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വീട് വെച്ചു കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 75 ദിവസം കൊണ്ട് വീടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് കൃത്യമായിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേലായുധൻ ചേട്ടന്റെ വീടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, കലങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും പോയിരുന്ന് അവിടെ ചെന്നിരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നു, ആളുകൾ പറയുന്നത് കേൾക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ പറയുന്നു. ആ സമയത്താണ് ഈ വേലായുധൻ ചേട്ടൻ ഒരു നിവേദനവുമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. സാറേ, എനിക്കൊരു വീട് വേണം. ആ സമയത്ത് തന്നെ സുരേഷ് ഗോപി എടുത്ത് വായിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ പണിയൊന്നുമല്ല, പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കുന്നതാണ് പറഞ്ഞത്. ആ ഒരു ധാർഷ്ട്യമാണ് ഏറ്റവും കൂടുതലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. അത് സുരേഷ് ഗോപി വീട് വെച്ച് കൊടുക്കാത്തതോ അല്ലെങ്കിൽ CPM വീട് വെച്ച് കൊടുത്തതോ ഒന്നുമല്ല. ആ സമയത്ത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും പോയിട്ടുള്ള ആ ധാർഷ്ട്യം, ഇതെന്റെ പണിയൊന്നുമല്ല. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ഒരു തന്മയത്വം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു കാര്യം ഒരു ജനപ്രതിനിധിയോട് ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് സാധാരണപ്പെട്ട മനുഷ്യർ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ടിന് പുല്ലുവില കൊടുക്കുന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് അപ്പം വന്ന വാക്കതാണ്, എന്റെ പണിയൊന്നുമല്ല. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, ആ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് അവിടുത്തെ BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമേ അങ്ങ് ഫണ്ട് അനുവദിക്കത്തുള്ളൂ. അപ്പൊ സുരേഷ് ഗോപി വന്ന അതേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സംസാരം പോയി. ഈ സംസാരമാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. ആ സമയത്ത് CPM കൃത്യമായിട്ടൊരു നിലപാടെടുത്തു, വേലായുധൻ ചേട്ടന് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും. അല്ല, ഈ ഒരു കലങ്ക് സംവാദം യഥാർത്ഥത്തിൽ BJP ഉദ്ദേശിച്ചത് BJPക്ക് ഒരു മുതൽക്കൂട്ടായിക്കോട്ടെ, സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഒരു വേരുറപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം BJP കലങ്ക് സംവാദം എന്നൊരു പുതിയൊരു ആശയമായി മുന്നോട്ട് വന്നത്. പക്ഷേ ഈ ഒരു കലങ്ക് സംവാദം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ കാണുന്നത് CPM-ന് ഗുണം ചെയ്യുന്ന രീതിയിലാണ്. സുരേഷ് ഗോപി ഓരോ ഇതുപോലെ വരുന്ന, ഇപ്പൊ കൊച്ചുവേലായുധൻ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പിന്നീട് പലരും ഇതുപോലെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇതൊന്നും എന്റെ പണിയല്ല, നിങ്ങൾ പോയി നിങ്ങളുടെ പഞ്ചായത്തിൽ പറയും, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ പലരുടെയും ലോൺ ഞങ്ങൾ ക്ലോസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് CPM മുന്നോട്ട് വരുന്ന ഒരു തന്ത്രപരമായ നീക്കം കൂടി കണ്ടു. ഈ ഒരു CPM-ന്റെ നീക്കം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവെ വരുന്ന ഒരു കാര്യം, BJP നടത്തിയ ഈ ഒരു കലങ്ക് സംവാദം CPM-ന് PR ചെയ്യാൻ വേണ്ടി ആയിരുന്നോ എന്നുള്ളൊരു രീതിയിൽ. അല്ല, CPM-നെ സംബന്ധിച്ച് ഇവ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറയുന്ന എന്താണ്, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്, ജനങ്ങളുടെ പ്രതിസന്ധി സമയത്ത് ഞങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഉണ്ടാകും. ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് എന്ന് പറയുന്നത്. ഈ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മത്സരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണമാണല്ലോ ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോൾ ആ മണ്ഡലത്തിനെ പുനർനിർമ്മിക്കുക, ഇന്ന് കാണുന്നതിനേക്കാളും മനോഹരമാക്കുക, അവിടെ ജനങ്ങളുടെ സമാധാനവും സന്തോഷവും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക. ഇതാണ് ഒരു ജനപ്രതിനിധിയെ കൊണ്ട് അവിടെ ചെയ്യിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ടത് തന്നെയാണ്. വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, അത് പറയേണ്ട ഒരു തന്മയത്വമുണ്ട്. ചേട്ടാ, ഇത് എന്റെ ഇത് ഞാൻ അന്വേഷിക്കാം പറഞ്ഞു. ഒരു വാഗ്ദാനം എന്നുള്ള നിലയിൽ താനത് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഈ പറയുന്ന CPM വീട് വെച്ച് കൊടുക്കാനും പോകുന്നില്ല, കൊച്ചുവേലായുധന് വീട് ലഭിക്കാനും പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ആ ഒരു പ്രതീക്ഷയും വെച്ച് കാത്തിരിക്കുമായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം ആ ഒരു ധാർഷ്ട്യത്തോട് സംസാരിച്ചത് കൊണ്ട് കൊച്ചുവേലായുധന് വീട് കിട്ടിയില്ലേ എന്ന് പിന്നീടുള്ള പല സംവാദങ്ങൾക്കിടയിലും അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. അതായത് സുരേഷ് ഗോപിക്ക് അതൊരു ഡബിൾ സ്റ്റാൻഡാണ്. ഒരു വിഷയത്തിൽ നിന്നും താൻ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്റെ ഭാഗത്താണ് ശരി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇയാൾക്ക് ഞാൻ വീട് വെച്ച് തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട് വെച്ച് കൊടുക്കാത്തോണ്ടല്ലേ നിങ്ങൾക്ക് വീട് കിട്ടിയേ എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത്. അതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ, അതായത് ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു നിവേദനമായിട്ട് വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ കൊടുക്കേണ്ടത് അവിടേക്ക് ഞാനിത് കൈമാറാം, ഇതെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ശരി, ആ വാങ്ങിച്ചു വെക്കുന്ന ഒരു വാക്ക് മതി. തീർച്ചയായിട്ടും.
പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരെ എല്ലാം, അതായത് എല്ലാവരുടെയും ആഗ്രഹം ഒരു വീടാണ്. അതെ, ഇപ്പൊ നമുക്കറിയാം LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും അത് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് വഴി വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സർക്കാർ വീട് തരുമെന്ന് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ വകയില്ലാതെ നടക്കുന്നുണ്ട്. വീടില്ല, കുടുംബമില്ല, കൂടെ ഉണ്ടായിരുന്നവർ മരിച്ചുപോയി, സഹോദരങ്ങളില്ല, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യർ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കേണ്ട ഫണ്ടിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്, ഭിക്ഷയാചിക്കുകയാണ്, സമരം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. സർക്കാരിന് ഇതൊന്നും കാണാൻ സമയമില്ല. ഇത് പിന്നെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്തില് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് വിവാദമായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 75 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വീട് പൂർത്തിയാകുമോ? ഒരിക്കലുമില്ല. CPM സംബന്ധിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് അവിടെ അതായത് BJPക്ക് തിരിച്ചടിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ വീട് വെച്ച് കൊടുത്തതും ആ വീടിന്റെ പേരിലായിരിക്കും ഇനി അവിടെ വോട്ട് പിടിക്കാൻ പോകുന്നത്. അതെ, കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു വീടിന്റെ താക്കോല് കൈമാറ്റം നടത്തുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വീട് കിട്ടിയ അവസരം കൃത്യമായി CPM ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം 10 ലക്ഷം രൂപ കൊടുത്താണ് ഈ ഒരു വീട്, 10 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ഈ ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു ആവശ്യമായി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസമുണ്ട്. ഈ ഒരു 75 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിനി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അവസരമായി മാറിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ തന്നെയാണ്. സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും എല്ലാത്തിനുമുള്ള അധികാരം അവർക്കുണ്ട്. ഒരു രാഷ്ട്രീയ പ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അവര് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, അയാൾ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാല് അയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ മാത്രമല്ല, എല്ലാവരും അയാളുടെ ജനപ്രതിനിധികളാണ്. എല്ലാവരെയും ഒരേപോലെ, അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും വോട്ട് ചെയ്യാത്ത ആളുകളാണെങ്കിലും അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെയും ഒരേപോലെ പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം. ഇപ്പോൾ നമുക്കറിയാം CPM-നും BJPക്കും ഒരുപോലെ സ്മാരകമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം BJPക്ക് ഇത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സ്മാരകമാകുമ്പോൾ CPM-ന് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു വീടാക്കി അല്ലെങ്കിൽ ഒരു സ്മാരകമാക്കി കാണിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്.